ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയറോഡൈനാമിക്സ് ആണ് ടോപ്പിക്ക് നമ്മുടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വരേക്കും നമ്മുടെ വെഹിക്കിളിൻ്റെ ഓരോ പാർട്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ബോഡിയുടെ ഡിസൈനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എയറോഡൈനാമിക് ഡിസൈൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂളിൽ 4 ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളടുത്ത് പഠിക്കാൻ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള എയറോഡൈനാമിക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്കൊരു ഇനിയൊരു 6 ക്ലാസ് മതിയാവും തോന്നുന്നു നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എയറോഡൈനാമിക്സ്? നമുക്ക് ആക്ച്വലി ഇതൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എയറോഡൈനാമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് എ സോളിഡ് ബോഡി മൂവിങ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ഇൻട്രാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ബോഡി സർഫേസ് ആൻഡ് ദ സറൗണ്ടിങ് എയർ വിത്ത് വേരിയിങ് റിലേറ്റീവ് സ്പീഡ് ആൻഡ് ദ വിൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഒരു സോളിഡ് ബോഡി ഒരു എയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ വിൻഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ആ റെസ്ട്രിക്ഷൻ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ആ റെസ്ട്രിക്ഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റെബിലിറ്റിയിൽ നമുക്ക് പോകാൻ കഴിയുന്നു. പോകാൻ കഴിയുന്ന ആ ഒരു സ്റ്റഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വീലർ തൊട്ട് നമ്മുടെ ഹെവി വെഹിക്കിൾസിൽ വരെയും അതേപോലെ എയ്റോപ്ലെയിൻസ് അതുപോലെ തന്നെ വിൻഡുമായി ബന്ധപ്പെടുന്ന ഏതൊരു സോളിഡ് ബോഡിയെയും നമ്മൾ ഈ ഒരു എയറോഡൈനാമിക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. എങ്ങനെയൊക്കെ വിൻഡ് സ്മൂത്തായിട്ട് നമ്മളെ വെഹിക്കിളിൽ നിന്ന് ബാക്കിലോട്ട് വിൻഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിൻഡ് ബാക്കിലേക്കല്ലേ പോവുക, അല്ലെങ്കിൽ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് അത് തെന്നി മാറിപ്പോകും. അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ വെഹിക്കിളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയുള്ള ഒരു ഡിസൈനിലായിരിക്കും നമ്മുടെ വെഹിക്കിൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാൻ. ജസ്റ്റ് അത് നമുക്ക് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. പിന്നെ അതിനുശേഷം നമുക്ക് ഓരോ എയറോഡൈനാമിക്സിൻ്റെ കുറച്ച് നമുക്ക് ടോപ്പിക്കുകളുണ്ട്, അത് പഠിച്ചിട്ടാണ് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ ഈ കാറിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിൻഡ് നമുക്ക് എതിർദിശയിലേക്ക് നമുക്ക് വരും. അങ്ങനെ എതിർദിശയിലേക്ക് വരുന്ന വിൻഡിനെ നമ്മൾ ഡ്രാഗ് എന്ന് പറയും. അപ്പോൾ ആ വിൻഡ് ഇതിനെ ബാക്കിലേക്ക് തള്ളാൻ ഒരു ഫോഴ്സ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുക. ഇനി എങ്ങാനും ആ വിൻഡ് താഴെ കൂടെ പോയിട്ട് ഈ വെഹിക്കിളിനെ മുകളിലേക്ക് പൊന്തിക്കാൻ ഒരു ശ്രമം നടത്തും. അതിനെ നമ്മൾ ലിഫ്റ്റ് എന്ന് പറയും. ആ ഫോഴ്സിനെ നമ്മൾ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ഇതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇത് നമ്മൾ എയറോനോട്ടിക്കൽ പോലുള്ള അതേപോലെ വെഹിക്കിൾ ബോഡി എഞ്ചിനീയറിംഗ് പോലുള്ള പഠിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുള്ളൂ. നമുക്ക് ബേസിക് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മോഡ്യൂളിൽ എയറോഡൈനാമിക് ഡ്രാഗിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ ലിഫ്റ്റിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ടോപ്പിക്കുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഈ വെഹിക്കിൾ ബോഡിയിൽ ഈ ബോഡി ഓരോ ഷേപ്പിലിരിക്കുന്നത് കണ്ടില്ലേ, നമുക്ക് ഓരോ വണ്ടികളിലും ഓരോ ഷേപ്പുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ നമുക്ക് ആ ഡോറ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചില ഭാഗത്ത് ചെറിയ ഒരു ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആ എയർ ക്ലിയറായിട്ട് നമ്മുടെ വണ്ടികൾക്ക് ഒരു തടസ്സം വരാത്ത രീതിയിൽ പിന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ സംഭവം. ഈവൻ റൂഫ് ആയാലും അതുപോലെ ഫ്രണ്ട് ബോണറ്റ് അതുപോലെ ഫ്രണ്ടിലുള്ള ഗ്രില്ല്, ആ ഗ്രില്ലിന് താഴെ ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഇത് കൊടുത്തിട്ടുണ്ടാവും. ആ വന്ന് മുന്നിൽ ഗ്രില്ല് തട്ടിയ എയർ മുകളിലേക്കും താഴേക്കും ഡിവൈഡ് ചെയ്ത് വിടാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളും നമ്മൾ ഈ ഡ്രാഗിലും ലിഫ്റ്റിലുമുള്ള പാരാമീറ്റേഴ്സിലും നമ്മൾ പഠിക്കും. അതുപോലെ ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡ്രാഗ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാനും ലിഫ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇത് തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ പറയാം. ഓട്ടോമാറ്റിക് എയറോഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് എയറോഡൈനാമിക്സ് ഓഫ് എ റോഡ് വെഹിക്കിൾ. അത് തന്നെയാണ് വരുന്നത്. മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രാഗ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ലിഫ്റ്റ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതേപോലെ വിൻഡ് നോയ്സ്, മിനിമൈസ് നോയ്സ് എമിഷൻ, പ്രിവെൻറ്റിങ് അണ്ടർ സൈഡ് ലിഫ്റ്റ് ഫോഴ്സസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ കുറയ്ക്കാം. ഇതിൽ നിന്ന് നമുക്ക് വെഹിക്കിളുടെ മൈലേജ് കൂടും, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എയറോഡൈനാമിക്സ് ഉള്ള രീതിയിൽ നമ്മൾ വെഹിക്കിൾസിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എയറോഡൈനാമിക് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഒരു വെഹിക്കിൾ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു വിൻഡിൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ ഇതിൽ നിന്ന് വെഹിക്കിൾ ഒരു കോട്ടവും തട്ടാതെ റിയാക്ട് ചെയ്യാതെ കൃത്യമായിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ആ വെഹിക്കിൾ സ്റ്റെബിലിറ്റി എന്ന് നമ്മൾ പറയാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ 2 വീലർ എടുത്തു കഴിഞ്ഞാൽ ചില 2 വീലർ നമ്മുടെ വലിയ ലോറികളുടെ ബാക്കിലൊക്കെ നല്ല സ്പീഡിൽ പോവാണ്, ലോറി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വിൻഡിൽ നമ്മുടെ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാറുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ്
ആ വിൻഡിലൊന്ന് പാളാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ആ ടൂ വീലറിന് ഇല്ല. അപ്പോൾ ആ ഒരു ഇത് നമുക്കിപ്പോൾ വെയിറ്റുള്ള വണ്ടിയാണെങ്കിൽ ആ പ്രശ്നമില്ല. നമ്മൾ ചെറിയ വണ്ടി ഇപ്പോൾ ആക്റ്റീവയിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ, നിങ്ങളൊരു വണ്ടിയുടെ തായി കഴിഞ്ഞാൽ നല്ല പാളും. അപ്പോൾ ആ ഒരു പാളിച്ച നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ ആ ഒഴിവാക്കുന്നതാണ് എയറോഡൈനാമിക് ഡിസൈനിലൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നതും വെഹിക്കിൾ സ്റ്റെബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ എയറോഡൈനാമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എന്തിനാണ് എയറോഡൈനാമിക് പഠിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നു. ഡ്രാഗ് ഫോഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് മാക്സിമം സ്പീഡും ആക്സിലറേഷനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പവർ ഔട്ട്പുട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫ്യൂവൽ കൺസപ്ഷൻ ഒരുവിധം നമുക്ക് മാക്സിമം നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ബെറ്റർ അപ്പിയറൻസ് ആൻഡ് സ്റ്റൈലിംഗ്, അതിനാൽ എയറോഡൈനാമിക് ഡിസൈനിൽ നമുക്ക് നല്ല ഭംഗിയുള്ള വെഹിക്കിൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ കണ്ടുവരുന്നതാണ് ചില വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അത് ഭംഗിയില്ല, ഫ്രണ്ട് ഭംഗിയില്ല, ബാക്ക് ഭംഗിയില്ല നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ല അപ്പിയറൻസ് നമുക്ക് ഈ എയറോഡൈനാമിക് ഡിസൈനിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ വേരിയസ് ഫോഴ്സസ് അതിൽ സൈഡിൽ വരുന്ന പല രീതിയിലുള്ള ഫോഴ്സസ് നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ഒരു എയറോഡൈനാമിക് ഡിസൈനിലൂടെ. അതുപോലെ തന്നെ വിൻഡിൻ്റെ നോയ്സ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈവൻ ലോറി, ഇപ്പോൾ നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ പഴയ ലോറി എടുത്താൽ പോലും വേർട്ടിക്കൽ ആയിട്ടല്ല ഉണ്ടാവുക, ജസ്റ്റ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് മുകളിലേക്ക് ആ വിൻഡ് മുകളിലേക്ക് തെറിച്ച് പോകുന്ന രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ദെൻ അതേപോലെ ലാർജ് കോർണർ റേഡിയസ്, ഈ കോർണർ റേഡിയസ് ഒക്കെ ലാർജർ ആയിരിക്കും. നമ്മുടെ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈവൻ നമ്മുടെ ടൂ വീലർ എടുത്ത് നോക്കൂ. ടൂ വീലറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിൻ്റെ ഡോം എന്ന് നമ്മൾ പറയില്ലേ, ആ ഡോം ഒന്ന് എടുത്ത് നോക്കൂ. ആ ഡോം ഇടയ്ക്ക് ഒരു സർക്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എയറോഡൈനാമിക്കുള്ള രീതിയിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. അതുപോലെ ലോ ലെവൽ ഫ്രണ്ട് സ്കേർട്സ്, താഴെ ഒരുവിധം എയറിനെ താഴേക്ക് കടത്തി വിട്ടുകൊണ്ട് ബാക്കിലേക്ക് പോകാനുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഡ്രൈവർ ക്യാബിനിലും അതുപോലെ ഒരുപാട് നമുക്ക് എയർ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടാവും. മിറേഴ്സ് അടക്കം എയറോഡൈനാമിക് ഷേപ്പിലായിരിക്കും അതിൻ്റെ മിററിൻ്റെ ഔട്ടർ കവറിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഒരുപാട് നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എയറോഡൈനാമിക്കിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ എയറോഡൈനാമിക് ഡിസൈൻ നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഡ്രാഗും അതേപോലെ ലിഫ്റ്റും നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ആക്കി കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ നമുക്ക് ഇതായി പോകും. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം എടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രാഗും അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലിഫ്റ്റും എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.